അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നല്ല, മുമ്പ് സൂചിപ്പിച്ച ഒരു വിഷയം തന്നെയാണ്. അതായത് വലിയുള്ളാഹി മടവൂരിനെ സംബന്ധിച്ചിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. കഴിഞ്ഞൊരു വിഷയത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഔലിയാക്കന്മാർക്ക് അവർ അംഗീകരിക്കാത്തവരോ അല്ലെങ്കിൽ ബാബിലെ ഔലിയാക്കന്മാർക്ക് കറാമത്തില്ല എന്നുള്ള വിശ്വാസമൊന്നും സുന്നികൾക്കിടയിലില്ല, വിശ്വാസികൾക്കിടയിലില്ല. പക്ഷേ ഈ അടുത്ത് വലിയൊരു വിഷയമായ അല്ലെങ്കിൽ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായ ഒരുപാട് പണ്ഡിതന്മാർ, ഫെറൂർസ്ഥാനെ പോലുള്ള ഒരുപാട് ആൾക്കാർ അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. വിഷയം മറ്റൊന്നുമില്ല, സി എം മടവൂരിൻ്റെ മുദബ്ബിറുൽ ആലമാണെന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെടുത്താം. അദ്ദേഹം ആരോടോ പറഞ്ഞു പോലും, എന്താ ഹുസൈൻ ഹാജിയോ ആരോടോ അദ്ദേഹം പറഞ്ഞു അത്രേ, ഞാൻ മുദബ്ബിറുൽ, ലോകം നിയന്ത്രിക്കുന്നത് ഞാനാണ്. ഇങ്ങനെ പറഞ്ഞതായി മറ്റൊരാൾ പറയാണ്. അത് വേറൊരുമല്ല, നമുക്കറിയാം. ഇപ്പോൾ ജയിലിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളത് ഒരുപാട് ജനങ്ങളെ പലതും പറഞ്ഞ് കഥകളും കള്ള കറാമത്തിൻ്റെ പ്രചരണങ്ങളൊക്കെ കൊടുത്ത് ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുന്ന മടവൂർ കാഫിലയുടെ തലപ്പത്തിരിക്കുന്നയാൾ സിറാജുദ്ദീൻ ലത്തീഫി, ഇയാളിനാണ് ഈ വിഷയം ചോദിക്കുന്നത്. കുറച്ച് വിഷയം മുമ്പേ ഉള്ളതാണെങ്കിലും ഇതൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയുന്നതാണ്. ഇത് കേട്ട ഈ കമൻറ്റ് ബോക്സിനിടയിൽ വരും കുറച്ച് ആൾക്കാർ, എന്നെ പലതും പറയും, വഹാബീന്നോ അല്ലെങ്കിൽ പലതും പറയുന്നതാണല്ലോ. ഏതായാലും പറയാതിരിക്കാൻ വയ്യ. ഞാൻ വീണ്ടും ആവർത്തിക്കാണ്, മഹാന്മാർക്ക് കറാമത്തില്ല എന്നോ അല്ലെങ്കിൽ അവർ ശരി, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു കൊടുക്കുന്നതനുസരിച്ചിട്ടുള്ള ഒരു ഇത് അവർക്കുണ്ടാവും. അത് നമ്മുടെ വിശ്വാസം തന്നെയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ഏറ്റവും അടിയുറച്ച വിശ്വാസം അത് തന്നെയാണ്. പക്ഷേ ഈ വീഡിയോസ് ഞാനിത് പറയുന്നത് ഈ മുദബ്ബിറുൽ ആലം അല്ലേ, ലോകത്തെ നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്. എല്ലാ വസ്തുക്കളും അങ്ങനെ ഏറ്റെടുത്ത് പറയാൻ പാടില്ല. മഹാന്മാർക്ക് കഴിവില്ല എന്നല്ല, മറിച്ച് ഒരു പക്ഷെ അവർ പറയാത്തതായിരിക്കാം, ഇവർ ഉണ്ടാക്കുന്നതായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹു ആലം. അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും അവസ്ഥയിൽ പറഞ്ഞു പോയതായിരിക്കാം. ഏതായാലും പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. മറ്റേ ഇയാളിനാണ് ചോദിക്കുന്നത്, മൂപ്പർക്ക് ഇതന്നെയാണല്ലോ പണി. ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ആളെ എത്തിക്കുന്ന പോലെ ഇതിങ്ങനെ പറഞ്ഞ് പൊലിപ്പിച്ചിട്ട് വേണം മക്കാമിലേക്ക് ആളെ കൊണ്ടെത്തിക്കാൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അവനിക്കറിയാം എന്ത് ചെയ്യണോ. നമ്മൾ പിന്നെ അതിൻ്റെ ഏജൻറ്റിന് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അവർ അങ്ങനെയാണെങ്കിൽ അവർ അൽഹംദുലില്ലാഹ്, അവർ അള്ളാഹും അവരും തമ്മിലായിക്കോട്ടെ എന്ന് വിചാരിക്കാം. ഏതായാലും മുദബ്ബിറുൽ ആലമാണ് എന്ന് ഈ സിറാജുദ്ദീൻ ലത്തീഫി അയാളോട് ചോദിക്കുക. അയാൾ ഈ എന്താ പറയുക, ഉസ്താദൊന്നുമില്ല, ഈ നമുക്കറിയാം മുട്ടത്തൈലൊക്കെ വിറ്റിട്ട് നടക്കുന്നയാളോ. അയാൾ മൂപ്പറും പറയുന്നുണ്ട്, എന്നോട് മുട്ടത്തൈലും കയറ്റും വിറ്റ് നടന്നു എന്നാണ് പറഞ്ഞത് മടവൂർ. ശരി, അത് അയാളുടെ കാര്യം. പക്ഷേ മുദബ്ബിറുൽ ആലമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കിത് പറയേണ്ടി വന്നത്. നമുക്ക് ആ വീഡിയോസ് ഒന്ന് കണ്ടുനോക്കാം കുറച്ച്. അപ്പോൾ ബഹുമാനപ്പെട്ടവരടുത്ത് എത്തി. ബഹുമാനപ്പെട്ടവർ ഹുസൈനാജിൻ്റെ മുഖം നോക്കിയിട്ടാണ് പറയുന്നത്, അന മുദബ്ബിറുൽ ആലം. അപ്പോൾ ഓരോട് പറഞ്ഞ് അന മുദബ്ബിറുൽ ആലം, ഞാൻ ലോകത്തിനെ നിയന്ത്രിക്കുന്നു. ഷെയ്ഖുന മടവൂർ പറഞ്ഞ ഞാൻ കേൾക്കുന്നു. ഹുസൈനാജിൻ്റെ മുഖം നോക്കിയിട്ടാണ് പറയുന്നത്. അന മുദബ്ബിറുൽ ആലം, ഞാൻ ലോകത്തിനെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഹുസൈനാജി പറഞ്ഞ്, അങ്ങനെ പറഞ്ഞാൽ ആൾക്കാരെല്ലാം എന്തെല്ലാം പറയൂലേ. അപ്പോഴാ പറഞ്ഞ ഈ ശബ്ദമൊന്നല്ല, ആ ശബ്ദം വളരെ വൈഫായ അപ്പോൾ അയാൾ ഈ മടവൂർ കാപ്പിൻ്റെ ആൾ പറയുന്നതാണ് വിഷയം. ഹുസൈനാജിയാൾ പറയുന്നതായിട്ട് ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട്. അപ്പം പിന്നെ അങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അവൻ പിന്നെ ഒരു ബൈത്തലും പറഞ്ഞു, ഇതിങ്ങനെയൊന്നുമല്ല, ഈ ശബ്ദമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ തീർത്ത് പറയുന്നു, സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയമോ അല്ലെങ്കിൽ അവർ സുന്നത്ത് ജമാഅത്ത് പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസമൊന്നുമല്ല. ആന്മാർക്ക് കറാമത്തും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷേ
ഇപ്പറഞ്ഞ സംഗതി പല മുദബ്ബിറാത്തി അംറ എന്ന് പറയുന്നിടത്ത് ശരി, അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹു പല ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് അല്ലേ, മിക്കായിൽ അലൈഹി സ്വലാം, അങ്ങനെ ഓരോ മലക്കുകൾക്കും അള്ളാഹു ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട തഫ്സീറും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പണ്ഡിതന്മാർക്ക് അതിനെക്കുറിച്ച് പറയുന്നവരുണ്ട്. സംശയങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റുന്ന നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഏതായാലും ഈ ഇത് വേറൊരു ഉസ്താദ് അടക്കം എതിർത്തൊരു സംഗതിയാണ് അല്ല. പണ്ടേതൊരു ഉസ്താദ് ഇങ്ങനെ വേറൊരു ഉസ്താദ് പ്രസംഗിച്ചെന്താ, കണ്ണൊന്ന് അടച്ചു പോയാൽ, എൻ്റെ കണ്ണൊന്ന് അടഞ്ഞാൽ മേൽക്കൂടി പറക്കുന്ന വിമാനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടും. സത്യം പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇതൊന്നും മടവൂർ പറയാത്തതായിരിക്കാം. ഇവർ ഈ പോങ്ങന്മാർ പണ്ടാര പറഞ്ഞാൽ ഇവരെ വള്ളക്ക് വേണ്ടി കീശക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ അടിച്ചളക്കലാണ്. അതാണല്ലോ ഇവിടെ സംഭവിക്കുന്നത്. സത്യത്തിൽ ഒരു കച്ചവടം അല്ലേ, ആത്മീയ കച്ചവടം എന്ന് പറയുന്നത് നല്ല വളക്കൂറുള്ള മണ്ണായി നമ്മുടെ കേരളം, നമ്മുടെ മണ്ണ് മാറിയിരിക്കുക. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അതുപോലെ ഷിയാബ് ചോദിച്ചിരുന്നപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഇവിടുന്ന് ഓടി നേരെ ആന്ധ്രാപ്രദേശിലേക്ക് പോയി. കാരണം ഇവിടെ ചിലവാകില്ല എന്ന് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ അവിടെ എന്തൊക്കെയോ ആവാലോ, എന്താ പറയുക, പാവങ്ങൾ അങ്ങനെ എന്താ പറയുന്നത് അതന്നെ, അതന്നെ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത്. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ അതങ്ങനെ വില പോകുന്നില്ല. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. കാരണം കുറേങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരാൻ തുടങ്ങി. അങ്ങനെ പണ്ടത്തെ പോലെ എന്തെങ്കിലും വായിക്ക് തോന്നി പാടാനൊന്നും പറ്റിയ സമയമൊന്നുമില്ല ഇപ്പോൾ. അതൊക്കെ ഒരു കാലം കഴിഞ്ഞു പോയി. പറയണം, ഉള്ള രീതിയിൽ അതിൻ്റെതായ രൂപത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ നേരത്തെ ഈ തൊള്ളക്ക് നാക്കി നെല്ലില്ലായിരുന്നിട്ട് തോന്നിയതൊക്കെ വിളിച്ച് പറയാൻ പാടില്ല. മുദബ്ബിറുൽ എന്നൊക്കെ ഇത് പണ്ട് മൻസൂർ ഹല്ലാജിൻ്റെ കഥ പറഞ്ഞ പോലെയായി. അങ്ങേര് ഇങ്ങനെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം അനൽ ഹക്ക്, ഞാനാണ് ഹക്ക് എന്ന് പറഞ്ഞത്. അതിൻ്റെ വില മുപ്പത് കൊല്ലപ്പെട്ടത് നമുക്ക് ആ ചരിത്രം അറിയാം അല്ലേ. പക്ഷെ അദ്ദേഹം പോലും ഇങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇത് പറയാൻ കാരണം ഒരു പക്ഷേ ഇവർ പറയുന്ന മടവൂർ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവില്ല, അദ്ദേഹം മറ്റെന്തെങ്കിലും അവസ്ഥയിൽ പറഞ്ഞു പോയതായിരിക്കാം. അതൊക്കെ പിടിച്ചിട്ടാണ് ഇങ്ങനെ അതിനെ പർവ്വതീകരിച്ച് കൊണ്ടുവന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. വേറൊരു ചങ്ങായി ഈ വെള്ളവസ്ത്രധാരികളായ ആൾക്കാരാണ് നമ്മുടെ ഇടയിൽ, സമൂഹത്തിനിടയിൽ നമുക്കുള്ള വിലകൾ ഇവർ തന്നെ ഇല്ലാണ്ടാക്കുന്നതാണ്. പലപ്പോഴും അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. അതിനായി സംഭവിക്കാനൊന്നും ബാക്കിയൊന്നുമില്ല. ഇവിടെ എല്ലാ ആശയങ്ങളും പെരുകി വരുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം ഓരോ കഥകൾ കേൾക്കുമ്പോൾ അല്ലേ, എന്തെല്ലാം പേരുകൾ വന്നു. കുട്ടൂസൻ കഥ, ഡാഗനി കഥ, മായാവി കഥകൾ മൊത്തം ഇങ്ങനെ പറയാൻ തുടങ്ങിയില്ലേ. നമ്മളൊരു സമൂഹത്തോട് സംവദിക്കുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആത്മീയ കച്ചവടം നല്ല വളക്കൂറുണ്ടെന്ന്, പ്രത്യേകിച്ച് ലാഭമില്ലല്ലോ, അല്ല പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ. ഒരു മുതൽ മുടക്കില്ലാത്ത ഒരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. എല്ലാവരും ഇല്ല കേട്ടോ. ഞാനങ്ങനെ പൊതുവെ എല്ലായിടത്തും ഓടിപ്പായുന്ന ഞാനും വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഈ വീഡിയോസ് ഇതിൽ തന്നെ പറയാം. എൻ്റെ മന്ദിരാശയനാണ് ഞാൻ കേട്ട് പഠിച്ച ഒരു മഹാൻ, നമ്മൾ മന്ദിരായ മൗല, കണ്യാല മൗല ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്. ഇപ്പോഴും കാണാം, അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അവിടെ ഒരു ഭണ്ഡാരപ്പെട്ടി പോലും ആർക്കും കാണാൻ കഴിയില്ല. അവർക്ക് അങ്ങനെയാണ്. കാരണം അതിനുള്ള കേന്ദ്രമല്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കറിയാം, അവർ പഠിപ്പിച്ചൊരു പാതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അതിപ്പോൾ സൂക്ഷിക്കാൻ ആളുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെയും ഇതുപോലെ കയറിയിട്ട് ആരെങ്കിലും വേണ്ടാത്തരം കാണിച്ചാൽ നാളെ അതിനാളും ഈ ലോകത്ത് ഞാനിപ്പോൾ നാളെ പച്ചശാളൊക്കെ ഇട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കഥയുമായിട്ട് വന്നാൽ എൻ്റെ ബേക്കിലും ആളുണ്ടാവും. നല്ലതിനേക്കാൾ കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ വടക്കിനായിരിക്കും. അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പോക്കാണ്, അല്ലെങ്കിൽ മനുഷ്യർക്കിടയിലൊരു പോക്കാണ് അല്ലേ. അങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എത്ര പറഞ്ഞാലും അതങ്ങനെയാണ്. അപ്പം ആറ്റക്കോയ തങ്ങളെന്ന് പറയുന്നത്, തങ്ങളല്ല എന്നറിഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എന്നിട്ടും ബേക്കിൽ ആൾ കൂടുന്നില്ലേ, തടയാൻ പറ്റൂല. അതങ്ങനെയാണ്. ചില ആൾക്കത് നരമ്പിൽ പിടിച്ചു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏതായാലും അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ. അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് മഹാന്മാരായ ഔലിയാക്കന്മാർ, അമ്പിയാക്കന്മാർ മുജിസത്ത് കാണിക്കുന്ന പോലെ ഔലിയാക്കൾ കറാമത്ത് കാണിക്കാറുമുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഞാൻ ഈ ഒരു വിഷയം കണ്ടപ്പോൾ ഇത് പറഞ്ഞു എന്നും പ്രതികരിക്കാൻ കാരണം, ഇത് പ്രതികരിക്കേണ്ട വന്നുകൊണ്ടാണ് പ്രതികരിച്ചത്.
എല്ലാവരും പറയുന്ന പോലെ തന്നെ പേരോട് ഉസ്താദ് മാത്രമല്ല, അദ്ദേഹത്തിനെ പോലെ ഫാറൂഖ് നൈമി പല ആൾക്കാരും എതിർത്ത് സംസാരിക്കാറുണ്ട്. അത് നമ്മളെ കൂട്ടത്തിലും അതുപോലെ ഒരുപാട് ആൾക്കാർ, സിംസാലാഖ് ഉസ്താദ് അടുത്ത ഒരു വിഷയത്തിൽ പ്രതികരിച്ചായിരുന്നു. അപ്പോൾ പ്രതികരിക്കണം. നമ്മൾ പ്രതികരിക്കേണ്ടത് മിണ്ടാതിരുന്നാൽ അല്ലേ, ഈ എക്സ് മുസ്ലിമും എല്ലാം ഇവിടെ കൂടിക്കൂടി വരുന്നതുകൊണ്ട് അറിയും. മതമില്ലാത്തവനും എല്ലാം പെരുകി വരുന്നതുകൊണ്ട് അറിയും. ഇത്തരം തള്ളുകളും പോയ കഥകളൊക്കെ കേൾക്കുമ്പോഴാണ് സത്യത്തിൽ ഏതാ ശരി ഏതാ തെറ്റ് അല്ലേ, ആകപ്പാട് കൺഫ്യൂഷനായി. അതുവരെ മഹാന്മാരെ സ്നേഹിച്ച മനുഷ്യന്മാർ പോലും പിന്നെ അവർ വെറുക്കുന്ന രൂപത്തിലേക്കായി. ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ളവരുടെ വർത്തമാനം കൊണ്ടായിരിക്കൂലേ, എന്താ സംശയം? അതുകൊണ്ട് മുദബ്ബിർ അള്ളാഹു നിയന്ത്രണമാണ്. അള്ളാഹ്ക്കുള്ളത് അള്ളാഹ് തന്നെ. പണ്ടായ ഒരു ചൊല്ലുണ്ടല്ലോ, എന്താ താൻ പാതി ദൈവം പാതി, അല്ല മറ്റേ ഒരു വാക്കുണ്ട്, ഒരു പഴമൊഴിയുണ്ട്, ദൈവത്തിന് സീസറിനുള്ളത് സീസറിന് എന്ന് ഒരു ചൊല്ലുണ്ട്. അത് പടച്ചോനുള്ളത് പടച്ചോൻ തന്നെ കൊടുക്കും, അതെടുത്തിട്ട് മനുഷ്യന്മാർക്ക് വെച്ച് കൊടുക്കാൻ പാടില്ല. ഇതവിടെ അതാണ് സംഭവിക്കുന്നത്. നമ്മളൊരു മഹത്വവൽക്കരിക്കുന്ന രൂപത്തിൽ മഹത്വം ഉണ്ടെങ്കിൽ അവർ അങ്ങനെ മഹത്വത്തിൽ തന്നെ പോയിക്കോളും. നമ്മൾ ഊതി വീർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാൾക്ക് മഹത്വം അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഊതി വീർപ്പിക്കേണ്ട ആവശ്യമില്ല. ആ മഹത്വം അള്ളാഹു കൊടുത്താണ്, അതതിൻ്റെ വൈക്കങ്ങ് പോകും. അത് ഒരാൾക്കും ലമാലിയലിമ അഴത്തി തവല മോത്തി അലിമ മനാത്ത റാത്തലിമ കലയിത്ത പല മുബദ്ദിലലിമ ഹക്കംത, നമ്മളെപ്പം 5 നിസ്കാരത്തിന് ശേഷം പറയുന്നൊരു വാക്കാണ്. അതതിൻ്റെ വഴിക്ക് പോകും. അത് ഒരാൾ ഊതിക്കെടുത്തിയാൽ കേടാനും പോകുന്നില്ല. ഒരാൾ വല്ലാണ്ട് മഹത്വവൽക്കരിക്കാൻ വേണ്ടി പർവ്വതീകരിച്ചാൽ അത് വല്ലാണ്ടങ്ങാവാനും പോകുന്നില്ല. പക്ഷെ ഇവിടെ പലപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം എങ്ങനെയാണ്, ഇങ്ങനെ ഇങ്ങനെ പർവ്വതീകരിച്ച് മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ തോന്നിയ പോലെ പറയലാണ് ജനങ്ങളുടെ ഇടയിൽ. അതിനൊന്നും ആവശ്യമില്ല. ഒരു മഹാനാണെങ്കിൽ അവരും അള്ളയും തമ്മിലായിക്കോട്ടെ, അത്രയേ ഉള്ളൂ. ഏതായാലും ഇത് കണ്ടപ്പോൾ ഒന്ന് പ്രതികരിച്ചെന്ന് മാത്രം. ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോസായി വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.